ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനം 32 നമുക്ക് ഇപ്രകാരം വായിക്കാൻ പറ്റും: അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഒന്ന് മനസ്സിരുത്തി കേട്ടു നോക്കിക്കേ. രക്ഷ കൊണ്ട് അവിടുന്ന് എന്നെ പൊതിയുന്നു. പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് എന്നെ. രോഗമോ ദുരിതമോ സാമ്പത്തിക ബാധ്യതകളോ കടബാധ്യതകളോ പൈശാചിക ശക്തിയുടെ ആക്രമണമോ ഒന്നും എന്നെ ഏൽക്കാൻ, എന്നെ തകർക്കാൻ, എന്നെ അതിന് വിട്ടുകൊടുക്കാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. അവിടുത്തെ രക്ഷയുടെ കരത്തിന്റെ കീഴില് താഴ്മയോടെ നിന്നാൽ മാത്രം മതി. തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തിക്കൊള്ളുമെന്ന് വചനം പറയുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. മനസ്സിലേക്ക് ഉയർന്നു വരുന്ന കോപചിന്തകളെയും സംശയത്തിന്റെ ഇരുട്ടിനെയും ഒക്കെ തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിക്കാം. എന്നിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സത്യസന്ധമായി സ്നേഹിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, ആത്മാർത്ഥതയോടെ നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ രണ്ട് കൈയും ചേർത്ത് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുക. അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ചേച്ചിയോ അനീതിയോ ആരെങ്കിലും ആയിരിക്കും. ആ സുഖമുള്ള ആലിംഗനത്തിന്റെ സുരക്ഷിതത്വം ഒരു നിമിഷം ഒന്ന് ആസ്വദിക്കുക. ആ കരങ്ങൾ ഈശോയുടേതായിരുന്നു എന്ന് തിരിച്ചറിയുക. ഈശോ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. 10,000 ഇടത്തും വലത്തും മരിച്ചു വീണാലും നിനക്കൊരു അപകടവും സംഭവിക്കുകയില്ല എന്ന് വചനത്തിൽ പറഞ്ഞതുപോലെ, വിശ്വാസി ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാന്റെ മുൻപില് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്നു കൊണ്ട് നമുക്ക് ഏറ്റുപറയാം: അങ്ങയുടെ രക്ഷ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുമ്പോൾ അങ്ങയുടെ രക്ഷ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധാനത്തിനരികെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ചിലതൊന്നും എനിക്ക് മാറ്റാനേ കഴിയുന്നില്ല. എൻ്റെ നാളെ എന്തെന്ന് എനിക്ക് അറിയത്തുപോലുമില്ല. ചെയ്തു ചേർക്കേണ്ട ജോലികൾ അധികവും ആരോഗ്യം കുറവുമാണെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഒരുപാടുണ്ട്. നാഥ, അങ്ങയുടെ കയ്യില് അങ്ങയുടെ രക്ഷയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുമ്പോൾ ഞാൻ മൂലം രക്ഷ അനുഭവിക്കേണ്ട കുറെ പേര് എനിക്ക് ചുറ്റിലുമുണ്ടെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. അവരെയും അവിടുന്ന് എന്നോട് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യണമേ. അങ്ങയുടെ കരുണയുടെ കരത്തിന്റെ സുരക്ഷിത വലയത്തിനുള്ളിൽ ആ രക്ഷയിൽ പൊതിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ജീവിക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് അവിടുന്ന് പറയുമ്പോൾ പരസ്പരം ഒന്നിച്ചിരിക്കേണ്ടവരെല്ലാം ഒന്നിച്ചു തന്നെ ആയിരിക്കുവാനും സ്നേഹത്തില് ഭയത്തിനിടമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർവാധിക ശക്തിയോടെ സർവശക്തിയോടെ സ്നേഹിക്കാനുമുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് തരണമേ. ആമേൻ.